ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ജബൽപൂരിലെ വൈദികർക്ക് നേരെയുണ്ടായ സംഘപരിവാർ ആക്രമണത്തിൽ KCYM കൊച്ചി രൂപത പ്രതിഷേധിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികർ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ KCYM കൊച്ചി രൂപത പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് മലയാളി വൈദികർ അടക്കമുള്ളവർക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത്. വൈദികർക്ക് നേരെയുള്ള സംഘപരിവാർ ആക്രമണത്തിൽ വൈപ്പിൻ ചെങ്കാറിന് സമീപമാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. രാജ്യത്തൊട്ടാകെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് KCYM കൊച്ചി രൂപത എന്നിവിടെ നടത്തുന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചി രൂപത KCYM ഡയറക്ടർ ഫാദർ മെൽറ്റസ്, ഫാദർ ജോഷി, പ്രിയമുള്ള ജനറൽ സെക്രട്ടറി ഹെസ്ലിൻ, KCYM ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കാസി പൂപ്പന, രൂപത ആനിമേറ്റർ ലിനി തോമസ്, പ്രിയമുള്ള KCYM സുഹൃത്തുക്കളെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വളരെ വ്യാപകമായിട്ട് നമ്മൾ കുറേയേറെ നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു മഹാവിപത്താണ് ക്രൈസ്തവർക്കെതിരായുള്ള സംഘടിതമായ ആക്രമണങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി, മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്കെതിരായി വളരെ മോശമായ രീതിയിലും ഹീനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും നടത്തുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മളുടെ അറിവിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ പോലും വരാത്ത ഒട്ടേറെ ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഉത്തരേന്ത്യയിലെ പല ഭാഗത്തും നടത്തപ്പെടുന്നുള്ളത് നമുക്ക് ഏറെ ഖേദകരമാണ്. മതസ്വാതന്ത്ര്യം നമുക്ക് ഏവർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശമാണെന്നും എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഈ അവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയിലാണ് KCYM കൊച്ചി രൂപത പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചതെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KCYM കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെൽറ്റസ് കൊല്ലശ്ശേരി സംസാരിച്ചു. KCYM കൊച്ചി രൂപത പ്രസിഡന്റ് ഡാനി ആന്റണി അധ്യക്ഷത വഹിച്ചു. KCYM ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കാസി പൂപ്പന, KCYM കൊച്ചി രൂപത ജനറൽ സെക്രട്ടറി ഹെസ്ലിൻ ഇമ്മാനുവൽ, ഡയറക്ടർ ഫാദർ ജോഷി എലശ്ശേരി, ലേ ആനിമേറ്റർ ലിനു തോമസ്, വൈസ് പ്രസിഡന്റ് ക്ലിന്റൺ ഫ്രാൻസിസ്, ഫോർട്ട് കൊച്ചി മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ടോം ആന്റണി എന്നിവർ സംസാരിച്ചു. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ ഒരു പ്രതിഷേധം എന്നുള്ളത് ആമുഖത്തിലൂടെയും അധ്യക്ഷ പ്രസംഗത്തിലൂടെയും വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്ത്യയിലെ എല്ലാവർക്കും ഭരണഘടന നൽകുന്ന വലിയൊരു അവകാശമാണ് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുവന് അവൻ്റെ മതത്തിൽ വിശ്വസിക്കുവാനുള്ള അവകാശമെന്നുള്ളത്. ആ മതത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, അത് ജീവിക്കുവാനുള്ള അവകാശം കൂടി ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.